നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു കാർട്ടൂൺ അപ്ഡേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലില്ലി കാർട്ടൂണിനെ പറ്റി പറഞ്ഞിരുന്നു. ലില്ലി സിനിമയും മുഴുവനായി നമ്മൾ പറഞ്ഞു. ആ ഒരു വീഡിയോ കാണാത്തവർ കാണുക. നമ്മുടെ ലില്ലി കാർട്ടൂൺ കൊച്ചു ടിവിയിൽ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ പണ്ടുണ്ടായിരുന്ന 10 വർഷം മുമ്പത്തെ ലില്ലി അല്ല, കൊച്ചു ടിവിയിൽ അടുത്ത കാലത്തുണ്ടായിരുന്ന പുതിയ ലില്ലി കാർട്ടൂൺ. നമ്മുടെ ഫേവറേറ്റ് പണ്ടത്തെ ലില്ലിയാണ്. ഇത് കണ്ടിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യണം. അടുത്തതൊരു ഒന്നൊന്നര അപ്ഡേറ്റ് ആണ്. നമ്മുടെ മായക്കണ്ണൻ കാർട്ടൂൺ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പണ്ട് കണ്ട മായക്കണ്ണനല്ല, മായക്കണ്ണന്റെ ഏറ്റവും പുതിയ വെർഷൻ, അതായത് പുതിയൊരു കാർട്ടൂൺ. ഇത് കൊച്ചു ടിവിയിലുമല്ല, ETV ബാലഭാരതി ചാനലിലാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ പുതിയ മായക്കണ്ണൻ കാണാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയ മായക്കണ്ണന്റെ ആ ഒരു ഫീല് വേറെയാണ്. പുതിയ കാർട്ടൂണിൽ നമുക്കത് കിട്ടുമോ എന്നറിയില്ല. മായക്കണ്ണൻ കാർട്ടൂണിന് യഥാർത്ഥത്തിൽ പല വെർഷൻസ് ഉണ്ട്. പണ്ട് കാലത്ത് സൂര്യ ടിവിയിലായിരുന്നു ആദ്യമായി മായക്കണ്ണൻ വന്നത്. പിന്നീട് കൊച്ചു ടിവിയിൽ വന്നു. കൊച്ചു ടിവിയിൽ മായക്കണ്ണന്റെ രണ്ടാം ഭാഗമായ മാജിക് ടൈഗറും മൂന്നാം ഭാഗമായ സൂപ്പർ ബഫലോയും ഉണ്ടായിരുന്നു. മൂന്നും മികച്ചതാണ്. ചൈനീസ് ബേസ്ഡ് ആയി പ്രവർത്തിക്കുന്ന സോളന്റ് അനിമേഷൻ കമ്പനിയാണ് മായക്കണ്ണൻ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തത്. മായക്കണ്ണന്റെ യഥാർത്ഥ പേര്, അതായത് ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് മാജിക്കായി ദ വാണ്ടർ ബോയ് എന്നാണ്. മാജിക്കിന് വണ്ടർലാൻഡ് അടക്കം നമ്മൾ കൊച്ചു ടിവിയിൽ കണ്ട റൂബി, ഇങ്ങനെ ഒരുപാട് കാർട്ടൂൺസ് സോളന്റ് അനിമേഷൻ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ മായക്കണ്ണൻ ഐസ്ക്രീം തിന്നുമ്പോൾ പൂച്ചയായി മാറും. മാജിക് ടൈഗർ ചില കാൻഡീസ് കഴിക്കുമ്പോൾ ഒരു ബൊമ്മയായി മാറും. സൂപ്പർ ബഫല്ലോ തക്കാളി കഴിക്കുമ്പോൾ ഒരു പ്രതിമയായി മാറും. മായക്കണ്ണൻ കാർട്ടൂൺ 2003-ലും മാജിക് ടൈഗർ 2007-ലും സൂപ്പർ ബഫല്ലോ 2010-ലും പുറത്തിറങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണാത്ത കാർട്ടൂൺസ് ഉണ്ട്. 2012-ൽ മായക്കണ്ണന്റെ മറ്റൊരു കാർട്ടൂൺ പുറത്തിറങ്ങി. അതാണ് സൂപ്പർ റാബിറ്റ്. ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയെല്ലാം മായക്കണ്ണൻ തന്നെയാണ് ലീനയുടെ അടുത്ത് കൊണ്ടുവിടുന്നത്. സൂപ്പർ റാബിറ്റ് കാർട്ടൂണിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ മായക്കണ്ണനല്ല, ഗ്രാഫിക്സിൽ പല ചേഞ്ചസുകൾ വന്നു. സൂപ്പർ റാബിറ്റിന്റെ ഫുഡ് ഐറ്റം ക്യാരറ്റ് ആണ്. മായക്കണ്ണന് മാത്രമല്ല, മുഴുവൻ ക്യാരക്ടേഴ്സിനും ഡിഫറൻസ് ഉണ്ട്. ശേഷം 2017 മായക്കണ്ണൻ കാർട്ടൂണിന്റെ 3D പുറത്തിറക്കി. ഇത് നമ്മൾ കണ്ട പഴയ സ്റ്റോറി ലൈനേ അല്ല, ഇതൊരു ആക്ഷൻ സീരീസ് ആണ്. ഇതിന്റെയും വിജയത്തിന് ശേഷം സോളന്റ് അനിമേഷൻ കമ്പനി 2020 പഴയ മായക്കണ്ണന്റെ സ്റ്റോറി ലൈനിൽ വീണ്ടും പുറത്തിറക്കിയ ഇതുവരെയുള്ളതിൽ അവസാനത്തെ മായക്കണ്ണൻ കാർട്ടൂണാണ് മാജിക് ഐ ഈസ് ബാക്ക്. ഇതിലും ഗ്രാഫിക്സിൽ മൊത്തത്തിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊന്നും തന്നെ നമ്മുടെ പണ്ടത്തെ മായക്കണ്ണന്റെ ലെവലെത്തില്ല. ഡെത്ത് നോട്ട് അനിമയെ പറ്റി വീഡിയോ ചെയ്യുവാനായി ആരോ കമന്റ് ചെയ്തിരുന്നു. 2006-ൽ പുറത്തിറങ്ങിയ ഫേമസ് ആയ ഒരു ജാപ്പനീസ് അനിമയാണ് ഡെത്ത് നോട്ട്. ലൈറ്റ് എന്ന ക്യാരക്ടറിന് പേര് പോലെ തന്നെ ഒരു ഡെത്ത് നോട്ട് കിട്ടും. ഇത് മുഴുവനായി വായിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യമാണ്. നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും പേര് ഈ ഒരു നോട്ടിൽ എഴുതിയാൽ 40 സെക്കൻഡിനുള്ളിൽ ആ ഒരു വ്യക്തി ഡെഡ് ആവും. ഇത് മാത്രമല്ല, എങ്ങനെ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തു വെക്കാം. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ. വളരെ ത്രില്ലിംഗ് ആയ മികച്ചൊരു അനിമേ സീരീസ് ആണിത്. ടൊക്മി ഓബയാണ് ഡെത്ത് നോട്ട് അനിമയുടെ ക്രിയേറ്റർ. ഡെത്ത് നോട്ടിൽ ചില കൾച്ചറലായ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു തവണ ബാൻ ചെയ്തിരുന്നു. പിന്നീട് തിരിച്ചു വന്നതാണ് 2017-ൽ. ഡെത്ത് നോട്ടിനെ ബേസ് ചെയ്ത് ലൈവ് ആക്ഷൻ സിനിമ പുറത്തിറങ്ങി. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാം. പക്ഷേ ഇതൊരു ബോംബ് സിനിമയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി, അതായത് റിയലിസ്റ്റിക് ആയി കാണാൻ വേണ്ടി ഈ ഒരു സിനിമ കാണാം. ഇതുപോലെ തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ സിനിമയും ബോംബ് തന്നെയാണ്. അനിമേസ് എല്ലാം സിനിമയാക്കണമെങ്കിൽ ഒരു മികച്ച ഡയറക്ടർ തന്നെ വേണ്ടിവരും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.